എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂത് നിന്നെ കടന്നു പോയി. കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷീണത്തിൽ. പാറ ഓനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോ നിൽ ഞാനല്ല. മാറ ഈ മധുരമാക്കി തീർക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ. മാരു വീലൻ ദൈവം എനിക്കതിപാതിയെ താരു മാവൻ പുതുമന്ന അതു മതിയേ. മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. ആനന്ദമേ പരമാനന്ദമേ, കാണാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ്റെ ബലവും എൻ്റെ സംഗീതവും എൻ്റെ യേശുവത്രേ. ഹല്ലേലൂയ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 88 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിന്റെ മുൻപിൽ വരുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു. ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആകുന്നു. ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർക്കുന്നില്ല. അവർ നിന്റെ കയ്യിൽ നിന്നും അറ്റുപോയിരിക്കുന്നു. നീ എന്നെ ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. നിന്റെ ക്രോധം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു. എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു. യഹോവേ, ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എൻ്റെ ബലവും എൻ്റെ പരിചയം എന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് അല്പമായി ചിന്തിക്കാം. യഹോവ എൻ്റെ ബലം എൻ്റെ പരിചയം ആകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു എന്ന് സങ്കീർത്തനം 28:7 കാണുന്നു. പ്രിയരെ, ദൈവത്തെ സ്തുതിക്കുവാൻ ഓരോരുത്തർക്കും അവരവരുടേതായ കാരണങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ഉണ്ടാകും. 30 സങ്കീർത്തനം 11 പറയുന്നത്, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. നീ എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നുവല്ലോ എന്നാണ്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ബലഹീനതകളിൽ ബലമായും ശത്രുവിൻ്റെ തീയമ്പുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ പരിചയായും സഹായമായും നമ്മുടെ ദൈവം ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. ഈ ദൈവത്തെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ പാടാം. ഇന്നത്തെ ദിവസം നമ്മെ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് ആശ്രയിക്കാം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് റോമർ 8:31 കാണുന്നു. ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം കൂടെ നിന്ന് അന്തിമ വിജയം നേടിത്തരുമെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ കരം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സകലത്തിലും ദൈവത്തിന്റെ കരമുണ്ടെന്ന് വിശ്വസിക്കും. നാം അനുഭവിക്കാൻ പോകുന്ന നിത്യ തേജസ്സിനെ ഓർത്താൽ ഈ ലോക ദുരിതങ്ങൾ ഒന്നും സാരമില്ല എന്ന് നാം വിശ്വസിക്കും. നാം ധൈര്യമായി പറയും, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം യേശു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ കരം പിടിക്കുവാനാണ്
ദൈവമെന്ന വിശ്വാസം പ്രതിസന്ധികളിൽ വഴുതി വീഴാതിരിക്കുവാൻ നമ്മെ സഹായിക്കും. യോസേഫിന് സഹോദരന്മാർ പ്രതികൂലമായി നിന്നു, ദാവീദിന് ശൗലും സ്വന്തം മകനും പ്രതികൂലമായി നിന്നു. എന്നാൽ ദൈവം അവർക്ക് ഹല്ലേലൂയ ആമേൻ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അനുകൂലമായി നിൽക്കുന്ന ദൈവമാണ്. ദൈവം അനുകൂലമായി നിന്നാൽ ഒരു അഗ്നിജ്വാലയ്ക്കും നമ്മെ കത്തിച്ചു കളയുവാനോ, ഒരു വെള്ളത്തിനും നമ്മെ മുക്കിക്കളയുവാനോ, ഒരു സിംഹത്തിനും വിഴുങ്ങുവാനോ, ഒരു കഴുമരത്തിനും നമ്മെ തൂക്കിലേറ്റുവാനോ സാധ്യമല്ല. ഹല്ലേലൂയ ആമേൻ. നാം തഴച്ചു വളരുന്ന ഒലിവ് വൃക്ഷം പോലെ ആയിരിക്കും. നോഹയുടെ വെള്ളപ്പൊക്ക കാലത്ത് 40 രാവും 40 പകലും മഴ പെയ്തു. പിന്നീട് വെള്ളം താഴ്ന്നുവോ എന്നറിയുവാൻ പുറത്തുവിട്ട പ്രാവ് കൊത്തിക്കൊണ്ടുവന്ന പച്ചയായ ഒരു ഒലിവിലയാണ്. സകല മനുഷ്യരും മൃഗങ്ങളും മരങ്ങളും കടപുഴകി വീണപ്പോഴും ഒലിവ് വൃക്ഷം വീഴാതെ നിന്നു. അടിക്കടി ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോഴും, ആഴമായ വെള്ളത്തിൽ മുങ്ങി കിടന്നപ്പോഴും, സകല തായ്വേരുകളും ചീഞ്ഞു പോയപ്പോഴും ഹല്ലേലൂയ നമ്മെ നശിക്കാതെ ഹല്ലേലൂയ തളർത്ത് നിർത്തിയത് ദൈവത്തിന്റെ കരമാണ്. നമ്മെ പിടിച്ചുയർത്തിയത് ദൈവത്തിന്റെ കരം മാത്രമാണ്. മറ്റുള്ളവർ തകർക്കാൻ പലപ്പോഴും നോക്കിയപ്പോഴും, ഒറ്റപ്പെടുത്താൻ നോക്കിയപ്പോഴും, അപവാദങ്ങൾ പറഞ്ഞു പരത്തിയപ്പോഴും, വേദനിപ്പിച്ചപ്പോഴും, രോഗങ്ങളാൽ വലഞ്ഞപ്പോഴും വീണു പോകാതെ തളർന്നു പോകാതെ നിൽക്കുന്ന ഒരു ഒലിവ് വൃക്ഷമായി നമ്മെ നിർത്തിയത് ദൈവം നമുക്ക് അനുകൂലം ആയതുകൊണ്ടാണ്. വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ, അഗ്നി തൊടാതെ ദൈവം കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മെ നടത്തുന്നു. എല്ലാ പ്രതികൂലമാകുമ്പോഴും അനുകൂലമായി നിൽക്കുന്ന ദൈവകരം കാണാതെ പോകരുത്. ഈ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ മോശ ഇങ്ങനെ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 33:15 തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഹല്ലേലൂയ. നമുക്ക് സകലത്തിനും പരിമിതികൾ ഉണ്ടാകാം. എന്നാൽ പരിമിതികളില്ലാത്ത ദൈവം നമുക്ക് അനുകൂലമായി കൂടെ ഉണ്ട്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. 73-ാം സങ്കീർത്തനം 23-ഉം 24-ഉം തിരുവചനം. പ്രിയരെ, ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളും വന്നുകൊള്ളട്ടെ, അവയ്ക്കൊന്നും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പാൻ സാധ്യമല്ല. ആരോഗ്യമുണ്ടായാലും ഇല്ലെങ്കിലും, ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും, സന്തോഷത്തിലും സന്താപത്തിലും ഏത് സാഹചര്യത്തിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും എന്ന് തീരുമാനിക്കണം. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? റോമർ 8:35. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഒരു പ്രതികൂലവും നമ്മെ ബാധിക്കുകയില്ല. അതിനാൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് റോമർ 8:39 കാണുന്നു. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു എന്നുള്ള ഉറപ്പോടെ ആയിരിക്കുന്നു എങ്കിൽ ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും നമുക്ക് ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ ആമേൻ. ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരും ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മെ ഈ തിരുവചനങ്ങളാൽ ഹല്ലേലൂയ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. തുടർന്ന് ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഹല്ലേലൂയ ഞങ്ങളെ വഴി നടത്തണമേ. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ നിയന്ത്രിക്കണമേ, നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നപ്പാ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയും വന്നുപോയിട്ടുള്ള സകല കുറവുകൾ ക്ഷമിക്കണപ്പാ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ നാഥ. യേശുവിന്റെ രക്തത്താൽ മധുരത്താൽ അടിയങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണം നാഥ. കർത്താവേ,
ഏത് തന്നെ കഷ്ടതയോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ കടന്നു വന്നാലും ആ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറാതെ യേശുവിനോട് കൂടെ ആയിരിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ നന്ദി പറയുന്നു. നിന്റെ പാപം എത്ര കടുംചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശു കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം കർത്താവ്. ജീവിതത്തിലെ സകല കുറവുകളും സകല പാപങ്ങളും യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പോലെ ദിനംതോറും ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിനോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ ദൈവം ദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവേ ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകി കർത്താവേ. ഹല്ലേലൂയ, ആമേൻ. സൗഖ്യദായകനായ യേശുവിന്റെ കരങ്ങളിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും അങ്ങ് നൽകണപ്പാ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്ത ആ യേശുവിന്റെ സമാധാനത്താൽ നിറഞ്ഞ് മുന്നോട്ട് പോകാൻ കൊണ്ട് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അനുഗ്രഹിക്കും ആദിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.